ഓഗസ്റ്റ് 8 മലയാളികൾക്ക് മറക്കാനാവാത്ത ദിവസമാണ്. കവളപ്പാറയും പുത്തുമലയും ദുരന്ത ഭൂമിയായി മാറിയ ദിനം. മുണ്ടക്കയും ചൂരൽമലയും കണ്ണീരായി മാറുമ്പോൾ കണ്ണുനീർ വറ്റിയ കുറെ മനുഷ്യരുണ്ട് കവളപ്പാറയിൽ. സമയം രാത്രി 8 മണി. മുത്തപ്പൻ മലയുടെ ഒരു ഭാഗമടർന്ന് താഴേക്ക് കുതിച്ചു. തടിയും പാറക്കഷ്ണങ്ങളും മണ്ണും ഒലിച്ചെത്തി ഒരു ഗ്രാമം അങ്ങനെ ഇല്ലാതായി. 59 മരണം. 11 പേർ ഇപ്പോഴും മണ്ണിനടിയിലാണ്. ചൂരൽമലയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും കവളപ്പാറ ഒരു തീരാവേദനയായി നമുക്ക് മുന്നിൽ ഇന്നും നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ചിലത് ഈ അവസരത്തിലും ഓർക്കേണ്ടതുമുണ്ട്. ആ ദുരന്ത ചിത്രങ്ങൾ നേരിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്തവർക്കും പറയാനുണ്ട് കവളപ്പാറയിലെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളെ പറ്റി. കവളപ്പാറയെ പറ്റി പറയുമ്പോൾ ഒരിക്കലും മറക്കാനാവാത്ത കുറേ അധികം അനുഭവങ്ങൾ, ഓർമ്മകൾ എന്നതിനപ്പുറം അനുഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ ദുർഘടമായ അവസ്ഥയിലായിരുന്നു കവളപ്പാറ എന്നുണ്ടായിരുന്നത്. അവിടേക്ക് കൃത്യമായി എത്താൻ സാധിക്കുന്നില്ല. വഴി മുഴുവൻ ചെളി അടിഞ്ഞിരിക്കുന്നു. അവിടെ ഒത്തുകൽ ആ ഭാഗത്തേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടാറുന്നൊരു പ്രദേശമായിരുന്നു. അവിടെ എത്തി കാണുന്നത് മുത്തപ്പൻകുന്ന് അപ്പാടെ ഇങ്ങനെ ഇടിഞ്ഞു വന്ന് ഒരു പ്രദേശത്ത് ഒരു 50-60 വീടുകൾ പൂർണ്ണമായും ഒരു പാടത്തിന്റെ കരയ്ക്ക് മുത്തപ്പൻകുന്നിന്റെ അടിവാരത്തിലാണ് ഈ 50ഓളം വീടുകൾ ഉണ്ടായിരുന്നത്. ആ വീടുകൾ പൂർണ്ണമായും എവിടെയാണ് വീടുകൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. എല്ലായിടത്തും ചെളി അടിഞ്ഞ് ഈ ചെളിയുടെ മണം ഇങ്ങനെ വമിക്കുന്ന ഒരു ഏരിയ. രക്ഷാപ്രവർത്തകർ, സൈന്യമൊക്കെ ഇങ്ങനെ ഊർജിതമായി അവർ ഇങ്ങനെ തിരക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും അവിടെ കണ്ട എല്ലാവരും എല്ലാം നഷ്ടപ്പെട്ട ആളുകളായിരുന്നു. ഒരു 2 ദിവസം നമ്മൾ ഈ പറഞ്ഞ ഉയർന്ന പ്രദേശത്ത് നിന്നാണ് ഇത് മുഴുവൻ ഇങ്ങനെ കവർ ചെയ്തു. താഴേക്ക് ഇറങ്ങാൻ കഴിയില്ല. ഉയർന്ന പ്രദേശത്ത് നിന്ന് ഇങ്ങനെ ഇതെല്ലാം ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. 3-ാം ദിവസം സൈന്യം നമ്മൾ നിന്നിരുന്ന ഈ ഉയർന്ന കുന്നിന്റെ ആ പ്രദേശം അവിടേക്ക് തിരിച്ചിരിക്കും. അപ്പൊ അവിടെ അവരിങ്ങനെ JCB ഉപയോഗിച്ച് പണ്ട് മാറ്റുമ്പോൾ ഒരു കോൺക്രീറ്റ് മേൽക്കൂര അപ്പാടെ ഇങ്ങനെ മണ്ണിനടിയിൽ ഇരുത്തിയിരിക്കുകയാണ്. ആ മേൽക്കൂര അവർ ഉയർത്തുന്ന ആ ദൃശ്യം അത് ഏറെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്നതായിരുന്നു. കാരണം നിലമ്പൂരിലെ MLA PV അൻവർ ആ സമയത്ത് കവളപ്പാറയിലേക്ക് പോകുന്നൊരു വാർത്ത കിട്ടി. അവിടെ എന്തോ ചെറിയ ദുരന്തം ഉണ്ടായി എന്നതായിരുന്നു ആദ്യം ലഭിച്ച ഒരു റിപ്പോർട്ട്. പിന്നീടാണ് അതിൻ്റെ ആഴം വ്യക്തമായത്. അവിടെ പോകുമ്പോൾ ഉണ്ടായ നമുക്ക് എന്താ പറയുക, അത് റിപ്പോർട്ട് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും മണ്ണിനടിയിൽ നിന്നും ഓരോ ആളുകളുടെ മൃതദേഹം ലഭിച്ചുകൊണ്ടിരുന്നു. 58 പേരായിരുന്നു ആ ഒരു ദുരന്തത്തിൽ മരിച്ചത്. അങ്ങനെ ഒടുവിൽ 48 പേരുടെ മൃതദേഹം ലഭിച്ചു. ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെ വലിയ വേദനയായിരുന്നു ഉണ്ടായിരുന്നത്. പലപ്പോഴും അങ്ങോട്ട് ആ സമയത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് തിരച്ചിൽ നടക്കുന്ന ഭാഗത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ മനസ്സ് അനുവദിച്ചിരുന്നില്ല. കാരണം നടക്കുന്നതിനൊക്കെ അടിയിൽ മനുഷ്യർ ഉണ്ടോ എന്നുള്ള ഒരു പേടി, അല്ലെങ്കിൽ കാരണം റിപ്പോർട്ടർമാരാണെങ്കിൽ പോലും ഞങ്ങളും മനുഷ്യർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദുരന്ത മുഖത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും വളരെ വലിയ രീതിയിൽ തന്നെ മനസ്സിനെ റിപ്പോർട്ട് ചെയ്യാതിരിക്കും. കാരണം ജനങ്ങൾക്ക് മുമ്പിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ എത്തിക്കണം, അതിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ എത്തിക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ ഇത് ഇങ്ങനെ ഒരു റിപ്പോർട്ട്, ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു വലിയ മാനസികമായിട്ടുള്ള ഒരു ദുരന്തം അല്ലെങ്കിൽ ആഘാതം ഉണ്ട്. അതെല്ലാം തന്നെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു. എത്തുമ്പോൾ ഭീകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. കാരണം റോഡ് സൈഡിൽ തന്നെ നമ്മൾ ആ സ്പോട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ 4 വീടുകൾ പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട്. പിന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു കുന്ന് മൊത്തം ഇടിഞ്ഞ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചുവന്ന മണ്ണ് മാത്രം കവർ ചെയ്ത് കിടക്കുന്ന ഒരു പ്രദേശം, വേറൊന്നുമില്ല നമ്മൾ കാണുമ്പോൾ. അപ്പോൾ ആദ്യം ചെല്ലുമ്പോൾ നമ്മൾ വിചാരിച്ച് ഒരു സാധാ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് വിചാരിച്ചത്. അവിടെ എത്തി നമ്മൾ വിഷ്വൽസ് എടുത്ത് തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഭീകരത മനസ്സിലാവുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് ഡെഡ് ബോഡികൾ കണ്ടുകിട്ടുന്നു. ഇങ്ങനെയുള്ള നമ്മൾ നിന്ന സ്ഥലത്തു നിന്നാണ് വിഷ്വൽ എടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റെസ്ക്യൂ സംഘം വന്നിട്ട് നമ്മളതിനെ മാറ്റുന്നു, അവിടെ തിരയുന്നു, അവിടുന്ന് ഒരു ബോഡി കിട്ടുന്നു. ഇങ്ങനെയുള്ള വേദനിപ്പിക്കുന്ന കുറേ ഓർമ്മകൾ സമ്മാനിച്ചൊരു ദുരന്തമായിരുന്നു കവളപ്പാറ ദുരന്തം. കവളപ്പാറ ദുരന്തത്തിൻ്റെയും 5 ആണ്ട് തികയുകയാണ്. ഓരോ ദുരന്തവും ഓരോ പാഠങ്ങളാണ്, ചില ഓർമ്മപ്പെടുത്തലുകളും. വിവിധ ബ്യൂറോകൾക്കൊപ്പം വിസോണൽ കൃഷ്ണാജനം, വയനാട്.